സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിൽ രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ ആദ്യ പതിപ്പിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ മാസികയിലെ ലേഖനത്തോടുള്ള വിയോജിപ്പും മുഖ്യമന്ത്രി പരസ്യമാക്കി. ചടങ്ങിൽ ഭാരതാംബ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി. ഭാരതാംബ വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ ഗവർണർ പോര് പല രീതിയിൽ തുടരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയത്. രാജ്ഭവനിലെ ഏത് പരിപാടിയിലും ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്ന് ഗവർണർ പറഞ്ഞിരുന്നെങ്കിലും ഇന്നത്തെ ചടങ്ങിൽ ചിത്രം ഉണ്ടായിരുന്നില്ല. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാണ് നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. രാജഹംസിന്റെ ആദ്യ പതിപ്പിലെ ലേഖനത്തിൽ ഗവർണറുടെ അധികാരങ്ങളും സർക്കാരിന്റെ അധികാരങ്ങളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്നതോ അല്ലാത്തതുമായ ലേഖനങ്ങൾ മാസികയിൽ വരാമെന്നും അത്തരം അഭിപ്രായങ്ങൾ ലേഖകന്റേത് മാത്രമാണെന്നും മാസിക പ്രകാശനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തില്ലെന്നും ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്നും മുഖ്യമന്ത്രി. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. മാസിക ശശി തരൂരിന് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രകാശന കർമ്മം നിർവഹിച്ചത്. രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്ന് മാറ്റണമെന്ന പ്രസംഗത്തിലെ തരൂരിന്റെ ആവശ്യം താനും മുൻപ് രാഷ്ട്രപതി ഭവനിൽ ഉന്നയിച്ചിട്ടുള്ളതാണെന്നും തരൂർ അത് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളിൽ മറുപടി പറയാതെയായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ പ്രസംഗം. മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് തരൂരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയെന്ന് മാത്രമാണ് ഗവർണർ പറഞ്ഞത്. Sir, I am very much humbled and I pay my tributes to you for this very gesture. So also Shashi Tharoor ji, he has been always wanted to be here with me. I don't know, maybe because I should understand his English, his vocabulary and try to understand that. But he always feels that to be in Raj Bhavan is an honor, and that is the reason he is here. May not be for my love, but for the love of the Raj Bhavan itself. He is here. രാജഹംസിന്റെ പ്രകാശന ചടങ്ങ് സർക്കാർ ഗവർണർ പോരിന് പരിസമാപ്തിയാകുമായിരുന്നു എന്ന പ്രതീക്ഷ ഇല്ലാതാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുത്തില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.